കുറേ ആയിട്ടോ പകൽ സമയത്ത് ഇങ്ങനെ കാറിൽ നാട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞു ഉറങ്ങിപ്പോയേ. പിന്നെ അവളെ എണീപ്പിച്ച് ചായ കൊടുത്തേ. ഉച്ചയ്ക്ക് ചോറ് തിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ കേട്ടോ. എന്തോ ഭയങ്കര വിശപ്പ്. അപ്പോൾ പിന്നെ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു കായപ്പവും ചായയും വാങ്ങിക്കൊടുത്ത് ഞാനിതാ പരിപ്പ് വടയും ചായയും എല്ലാം കഴിക്കുന്നത്. അങ്ങനെ നാട്ടിലെത്തി പിറ്റേ ദിവസമാണ് ഇത്. ഞങ്ങൾ ഉത്സവത്തിന് പോവുകയാണേ. ഇത് കുഞ്ഞുവിൻ്റെ മേമയാണേ. ഞങ്ങൾ നടന്ന് പിന്നെ ഒരു ഓട്ടോയിൽ കയറിയല്ലാണേ പോകുന്ന ഒരു കാവാണേ. അത് കഴിഞ്ഞ് കുറച്ച് പൊരിയും ശർക്കരപ്പേരിയും എല്ലാം വാങ്ങി ഞങ്ങൾ അതിലെല്ലാം കുറച്ച് നടന്നു കേട്ടോ. ഏട്ടനും വന്നായിരുന്നേ. ഞങ്ങൾ അവിടെ എത്തി ചോറ് കഴിക്കാനിരിക്കുമ്പോണ്ട് കുഞ്ഞു പപ്പ പപ്പ എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടോ, ഞങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ വെളിച്ചപ്പാട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം ഉണ്ടോ? അത് കഴിഞ്ഞ് ഞാൻ ഭണ്ഡാരത്ത് പൈസ എല്ലാം ഇട്ട് ഇതാ കളിപ്പാട്ടം വാങ്ങാൻ പോയേ. അത് കൊള്ളാം. ഓക്കെ, തിരിച്ചു അങ്ങനെ തന്നെയാ. നമ്മൾ തിരിച്ച് കണ്ണൂരേക്ക് തന്നെ പോവാം കേട്ടോ. ബസ്സിൽ കയറി. കുഞ്ഞു ഇതാ ഉറക്കം വിട്ടില്ല. രാവിലെയാണ്. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, വയറുവേദന കേട്ടോ. അതെല്ലാം വെച്ചോണ്ട് ഞാനിങ്ങനെ നടക്കുകയാണേ. ചായയൊന്നും കുടിച്ചില്ല കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് ഒരു ചായയും ചെറുകടിയും കഴിച്ചേ. അത് കഴിഞ്ഞ് ട്രെയിനിൽ തിരക്കുണ്ടാവുമെന്നെല്ലാം പേടിച്ചു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എത്താൻ പറ്റിയിട്ടോ. ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സീറ്റ് കിട്ടിയേ. ഇപ്പം നാട്ടിൽ പോകണം തോന്നിയാൽ അന്നിപ്പോൾ തന്നെ ബാഗും എല്ലാം എടുത്ത് വണ്ടിയിൽ കയറി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്തിട്ടൊന്നും പോകാൻ മിക്കപ്പോഴും പറ്റാറില്ലേ. കുഞ്ഞുവിന് 11 ദിവസമായപ്പോൾ തുടങ്ങിയ ട്രെയിൻ യാത്രയാട്ടോ അത്. ട്രെയിനിൽ കയറി ഉടനെ എല്ലാവരുമായിട്ട് പരിചയമാകെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഒരു ബസ് കയറി കടന്നപ്പള്ളി ഇറങ്ങി. അവിടുന്ന് ഇതാ ചായയെല്ലാം കുടിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണേ. ചായ കുടിക്കുമ്പോഴേക്ക് ഏകദേശം 11:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് ചോറൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഒരൊറ്റ കിടത്തായിരുന്നു. പിന്നെ 4 മണിക്കാണ് എണീക്കുന്നത്. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഷെയർ ചെയ്യണേ.